നമുക്ക് പ്രാർത്ഥിക്കാം. അതിരും തീരുവുമില്ലാത്ത ദൈവമേ, മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി അവിടുന്ന് ഒരു മനുഷ്യനായി അവതരിച്ചു. സർവ്വസൃഷ്ടിയുടെയും വീണ്ടെടുപ്പിനായി അവിടുന്ന് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. തിരുജനനത്തിൻ്റെ മർമ്മം ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവേ, അവിടുന്ന് ഞങ്ങളോട് സംഭാഷിക്കണമേ, യഥാസ്ഥാനപ്പെടുത്തണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ തന്നെ. നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വെളിപാട് പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. The book of Revelation, chapter 2, beginning from verse 18. തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക: അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോടിന് സദൃശമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ദൈവത്തിന് സ്തുതി. ഈ സാക്ഷ്യകൂടാരത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന് സ്തോത്രം. ഇന്ന് നമുക്ക് നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനിയോടും വന്യപിതാക്കന്മാരോടും വന്യവൈദികരോടും പ്രിയപ്പെട്ട കുട്ടികളോടും വാത്സല്യമുള്ള ജനമേ, നിങ്ങളെല്ലാവരോടും ചേർന്ന് തിരുവചനം പങ്കിടുന്നതിന് വളരെ വളരെ സന്തോഷമുണ്ട്. മഹത്തായ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ബലഹീനനായ എനിക്ക് തിരുവചനം പ്രഘോഷിപ്പാൻ ദൈവം ഒരവസരം കൊടുത്തരുന്നു. ദൈവത്തിന് സ്തുതി. മഹായോഗത്തിൻ്റെ 130-ാം സമ്മേളനത്തിൻ്റെ അവസാന രാത്രി യോഗത്തിലേക്ക് നാം വന്നിരിക്കുന്നു. എത്രയോ ആളുകൾ എത്ര കൊതിയോടും പ്രാർത്ഥനയോടും താല്പര്യത്തോടും കൂടെ വചനം കേൾക്കാനുള്ള ആഗ്രഹത്തോടെ വന്നു ചേർന്നിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സത്യവേദ പുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപാട് പുസ്തകം. അപ്പക്കാലിപ്റ്റിക് സാഹിത്യത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് വെളിപാട്. ഗൂഢാർത്ഥത്തിലും വ്യംഗ്യഭാഷയിലും ഇവ എഴുതിയിട്ടുണ്ട്. ഈ ലേഖനത്തിലെ ഇതിവൃത്തം മനസ്സിലാക്കുന്നതിന് നന്നേ ബുദ്ധിമുട്ടാണ്. 3-ാം വാക്യത്തിൽ പറയുന്നു: ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ. ഒരുപക്ഷെ ഈ ഭാഗ്യവർണ്ണനയാവാം ഈ പ്രവചന പുസ്തകം വായിക്കാൻ നമ്മെ സഹായിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ യേശു തുയഥൈരയിലെ സഭയ്ക്ക് ഒരു കത്തെഴുതുന്നു. ആ സഭ അതിൻ്റെ പ്രവൃത്തികൾക്കും സ്നേഹത്തിനും വിശ്വാസത്തിനും പേരുകെട്ടതാണ്. എന്നാൽ അധികാരത്തിൻ്റെ മറവിൽ വിഗ്രഹാർപ്പിതവും വളച്ചൊടിച്ച സദാചാരവും പ്രോത്സാഹിപ്പിച്ച ഒരു ദുഷിപ്പിക്കുന്ന സ്വാധീനമായ ഇസബേലിൻ്റെ ആത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്നു. തീഷ്ണവും ഭക്തിയുമുള്ള ഒരു സഭയിലേക്ക് ഇതെങ്ങനെ അറിഞ്ഞു വന്നു? നുഴഞ്ഞു കയറി ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ആരാധനയിൽ നിന്ന് ഹൃദയങ്ങളെ വ്യതിചലിപ്പിക്കുന്ന ആത്മാവ് ഇന്നും സഭകളെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യദ്രോഹം കുറ്റം ചുമത്തി പാറക്കൂട്ടം നിറഞ്ഞ ഒരു സ്ഥലമാണ് പത്മോസ് എന്ന ദ്വീപ്. ചക്രവർത്തി അവിടേക്ക് നാടുകടത്തും. മരിക്കുന്നതുവരെ അവരവിടെ ഉണ്ടാവും. അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ ആത്മവിവശതയിൽ തനിക്ക് വെളിപ്പെട്ട സ്വർഗീയ ദർശനം ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം 60 വർഷം കഴിഞ്ഞ് എഴുതപ്പെട്ടതാണ് ഈ വെളിപ്പാട് ഗ്രന്ഥം. ചോദ്യമുഖരിതമായ ഒരു അന്തരീക്ഷത്തിൻ്റെ ചുറ്റുപാടിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നു: വേഗത്തിൽ വരുവാനുള്ള യേശു. യേശു എന്ന് വരും? യേശു എവിടേക്ക് പോയി? എന്തായിരിക്കും യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം? ഇവയെല്ലാം ഈ ദർശനം വിശകലനം ചെയ്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചറിൽ
ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഭരണാധികളെ ഭയന്നും പീഡിതർക്ക് മാത്രം മനസ്സിലാകാൻ പറ്റുന്ന ഭാഷയിലും ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരു കോഡ് ഭാഷയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് റോം എന്ന വാക്ക് സ്ഥലത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ബാബിലോൺ എന്നെഴുതും. വായിക്കുന്നവർക്കും മാത്രം, കൊടുക്കുന്നവർക്കും മാത്രമായിരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. കഠിനമായ മതപീഡനത്തിൻ്റെ നടുവിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം ഈ ലേഖനം നമ്മെ സഹായിക്കുന്നു. വെളിപ്പാടിൽ കാണിച്ചിരിക്കുന്ന അടയാളങ്ങളും പ്രതീകങ്ങളും വിശ്വാസ ജീവിതത്തിന് അനുപേക്ഷണമാണ് എന്ന് ചിലർ കരുതുന്നു. എന്നാൽ അവയിൽ പലതും വരുവാനിരിക്കുന്ന ലോകത്തിനെക്കുറിച്ച് പറയുന്നു എന്ന് ചിലർ ചിത്രീകരിക്കുന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ റോമൻ ചക്രവർത്തിമാരുടെ കാലത്ത് നടന്ന പീഡനങ്ങളെ ഇവിടെ പ്രതിപാദിക്കുന്നു എന്ന് ചിലർ വാദിക്കുന്നു. അല്ല, നമ്മുടെ നാളിലേക്ക് ബുദ്ധി ഉപദേശത്തിനായി ഇവ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് മറ്റു ചിലർ നമ്മെ പഠിപ്പിക്കുന്നു. യാഥാർത്ഥ്യമായി ഗ്രഹിക്കാൻ കഴിയാത്ത ഈ പുസ്തകം എന്തിനാണ് വേദപുസ്തകത്തിൽ? അടുത്ത കാലം വരെ വെളിപാട് പുസ്തകം പള്ളികളിൽ വായിക്കത്തില്ലായിരുന്നു, ലക്ഷണറിയിൽ അങ്ങനെ ചേർക്കത്തില്ലായിരുന്നു. യേശുവിൻ്റെ വെളിപ്പാട് എന്ന് പറഞ്ഞാണ് വിശുദ്ധ യോഹന്നാൻ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് കർത്താവായ യേശുവിനെ കുറിച്ച് സുവിശേഷത്തിൽ വെളിപ്പെടുത്തലാകുന്നു. ഇതില്ലാതിരുന്നെങ്കിൽ പുതിയ നിയമം അപൂർണമായേനെ. 4 സുവിശേഷങ്ങൾ യേശു മിശിഹായുടെ ഇഹലോക ജീവിതം 4 വ്യത്യസ്ത രൂപത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ വെളിപ്പാട് ആവട്ടെ ഉയർത്തെഴുന്നേറ്റ വിജയശ്രീലാളിതനായ, മരണത്തെ ജയിച്ചവനായ, സർവ്വനന്മയുടെയും കേദാരമായ രാജാവായ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നു. വീണ്ടും വരുന്ന യേശുവിലും അന്ത്യന്യായവിധിക്കായി വെളിപ്പെടുന്ന കർത്താവിലും ഉറച്ചു നിന്നുകൊണ്ട് ഈ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നു. എക്കാലത്തുമുള്ള പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ് ഈ പുസ്തകം. പിതാവാൻ ദൈവം യേശു ക്രിസ്തുവിന് നൽകിയ വെളിപ്പാട് ക്രിസ്തു ഒരു ദൂതനിലൂടെ തൻ്റെ ദാസനായ യോഹന്നാന് നൽകുന്നു. ആസിയയിലെ 7 സഭകൾക്കാണ് ഈ ദൂതുകൾ നൽകുക. കാലത്തിൻ്റെ തികവ് വരെ വിശ്വാസികൾ ക്ഷമാപൂർവം കാത്തിരിക്കണമെന്ന് ഈ സന്ദേശം വ്യക്തമാക്കുന്നു. മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള ക്രിസ്തു സന്ദേശം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിന് ക്രിസ്തു വിജയം എന്ന പേര് കൊടുക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. തിരിച്ചടികളുണ്ടായാൽ അത് താൽക്കാലികമായിരിക്കും. തിരിച്ചടികളെ നേരിടേണ്ടത് വിശ്വാസം കൊണ്ടും സഹനം കൊണ്ടും, വേണ്ടി വന്നാൽ മരണം നൽകിയും നേരിടണം. എവിടെ സഭ പീഡിപ്പിക്കപ്പെടുന്നുവോ അവിടെ വെളിപ്പാട് ഇന്നും പ്രത്യാശ പകരുന്നു. റോമിലെ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുന്നതുവരെ ഏറിയും കുറഞ്ഞും മതപീഡനം സഭയ്ക്ക് നേരിടേണ്ടി വന്നു. സ്തേഫാനോസ് ശമാശൻ മുതൽ പൗലുസ് അപ്പോസ്തലൻ, പത്രോസ് അപ്പോസ്തലൻ, ശ്രീഹന്മാരിൽ 10 പേരും കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നു. ട്രാജൻ, അന്ത്യോക്യയിലെ ഇഗ്നാത്യോസ് ട്രാജൻ ചക്രവർത്തി വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്താണ് സ്മുർണയിലെ ബിഷപ്പിനായ പോളികാർപ്പസിനെ ജീവനോടെ ദഹിപ്പിച്ചു. പീഡനവും വിശ്വാസ വൈപരീത്യവും സഭയിൽ വന്നു ചേർന്നു. ഭൂരിപക്ഷം പേരും തെറ്റിപ്പോയിട്ടും സത്യമാർഗത്തിൽ ചരിക്കുന്ന ഒരു ന്യൂനപക്ഷമായിരുന്നു തുയഥൈരയിലെ സഭ. തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ നടുവിൽ ന്യൂനപക്ഷ സഭ നിലനിൽക്കുന്നു. നെയ്ത്ത് ജോലികൾ, തുകൽപ്പണി, കളിമൺ വ്യവസായം, തുണികൾക്ക് നിറം കൊടുക്കൽ തുടങ്ങിയവയ്ക്ക് പ്രസിദ്ധപ്പെട്ട സ്ഥലമായിരുന്നു തുയഥൈര. ഈ നഗരത്തിൽ നിന്നാണ് ലുദിയ എന്ന വനിത ഫിലിപ്പിയ പട്ടണത്തിൽ വസ്ത്രവ്യാപാരം നടത്തിക്കൊണ്ടിരുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 16-14. യഹൂദർ തിങ്ങിപ്പാർക്കുന്ന ഒരു പട്ടണമായിരുന്നു. എന്നാൽ ക്രിസ്തു ശിഷ്യരായി വന്ന കുറച്ചുപേരെ അപ്പോസ്തലൻ അഭിസംബോധന ചെയ്യുന്നു. സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നീ ക്രൈസ്തവ മൂല്യങ്ങളെ പ്രാവർത്തികമാക്കുന്നവരായിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ. ഇന്ന് അഖീസാർ എന്ന തുയഥൈര എന്ന പട്ടണമായി തുയഥൈര അറിയപ്പെടുന്നു. ഇപ്പോൾ സഭ വളരുകയും ജീവിത ചുറ്റുപാടുകൾ വിപുലപ്പെടുകയും ചെയ്തപ്പോൾ സഭയ്ക്കുള്ളിലുണ്ടായ ധാർമ്മിക അധപതനത്തെ കർത്താവ് ചൂണ്ടിക്കാട്ടുന്നു, വലിയ മുന്നറിയിപ്പ് നൽകുന്നു. ഇസബേൽ എന്ന അഴിഞ്ഞാട്ടക്കാരിക്കും ദുർനടപ്പുകാർക്കും പ്രവർത്തിക്കുവാൻ മൗനസമ്മതം നൽകുന്ന
നൽകുന്നു എന്ന കുറ്റമാണ് അവർ കണ്ടെത്തിയത്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 16, 17, 18, 19 അധ്യായങ്ങളാണ് ഇസ്രായേൽ രാജാവായ ഒമ്രിയുടെ മകൻ ആഹാബിൻ്റെയും രാജ്ഞിയായ യെസബേലിൻ്റെയും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം ചെയ്തു എന്നതാണ് ആഹാബിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയെ ഉപേക്ഷിച്ച് ബാൽ ദേവനെ ആരാധിച്ചു. സർവ്വ നീചപ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായിരുന്നു ഇസബേൽ എന്ന രാജ്ഞി. എക്കാലത്തും നീചവും നിന്ദ്യവുമായ ജീവിതത്തിൻ്റെ പേരാണ് ഇസബേൽ. അവരുടെ നിന്ദ്യവും ദോഷവും നിറഞ്ഞതുമായ പ്രവൃത്തി കൊണ്ട് അവരുടെ തലമുറ മുഴുവൻ നശിച്ചു. ഇസബേൽ ഒരു പ്രതീകാത്മക പേരായി ഇവിടെ കാണിച്ചിരിക്കുന്നു. ത്വൈതൈര സഭയിലെ നന്മകൾ കർത്താവ് വളരെ ശ്ലാഘിക്കുന്നു. സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത. മലങ്കര സഭയുടെ മക്കളാകുന്ന നമ്മെക്കുറിച്ച് നമുക്കും ഇങ്ങനെ അവകാശപ്പെടാം. മറ്റ് സമൂഹങ്ങൾ മധ്യേ മലങ്കരയിലെ സഭാ മക്കൾ അഭിമാനാർഹരായി ജീവിക്കുന്നത് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. മലയാളത്തിൻ്റെ കവിത്രിയായ സുഗതകുമാരി ടീച്ചർ SNDP യോഗം മുഖപത്രമായ യോഗാനന്ദയിൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്: ഏറ്റവും ഭാഗ്യം കെട്ടവർക്ക് വേണ്ടിയുള്ള സേവനങ്ങളെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ആതുര സേവന രംഗത്ത് ക്രിസ്തേതരായവർ ക്രിസ്ത്യാനികളെ കണ്ടു പഠിക്കട്ടെ. അതിനുള്ള കാരണങ്ങൾ: മഹാരോഗികൾക്ക് സേവനം തേടി വരുമ്പോൾ അവരെ കിടത്തി ശുശ്രൂഷിക്കാനും തേച്ച് കഴുകുവാനും മലമൂത്രങ്ങൾ എടുക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് ഇടങ്ങളുണ്ടോ? മദർ തെരേസയുടെയും മറ്റു സ്ഥാപനങ്ങളല്ലാതെ അംഗവൈകല്യമുള്ള കുട്ടികൾക്കും ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്കും കണ്ണില്ലാത്തവർക്കും വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ നമുക്കുണ്ടോ? ടീച്ചർ ചോദിക്കുന്നു. പറയുന്നു, ക്രിസ്ത്യാനികൾക്കല്ലാതെ. ഭ്രാന്ത് പിടിച്ചുലയുന്ന വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഭാഗ്യദോഷികളെ നോക്കാൻ ആരുണ്ട്? ക്രിസ്തീയ സ്ഥാപനങ്ങളല്ലാതെ. എയ്ഡ്സ് രോഗികൾക്കും കുട്ടികൾക്കും ഒരു ശരണകേന്ദ്രം ഒരുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? തിരുമേനിമാർക്കും അച്ഛന്മാർക്കുമല്ലാതെ. പ്രൊഫസർ A. ശ്രീധരമേനോൻ്റെ കേരള ചരിത്രത്തിൽ ഏറ്റവും മാന്യതയുള്ള സമൂഹമെന്ന് തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്ന മാതൃക വെച്ച് പുലർത്തുന്ന സമൂഹമെന്ന് കൊച്ചി മഹാരാജാവ് ക്രിസ്ത്യാനികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. സുറിയാനി ക്രിസ്ത്യാനികളെപ്പോലെ വിശ്വസ്തരായ പടയാളികൾ രാജ്യത്തിൻ്റെ അഭിമാനമെന്ന് തിരുവിതാംകൂർ മഹാരാജാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 36 അടി അകലം തീണ്ടലുള്ള കാലം. ക്രിസ്ത്യാനി മുമ്പിൽ നിന്നാൽ തീണ്ട അകറ്റുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. കൊപ്ര ആട്ടി എണ്ണയുമായി വരുമ്പോൾ സത്യസന്ധരും പരമാർത്ഥികളുമായ സത്യക്രിസ്ത്യാനികളെ തേടി എണ്ണ തൊട്ട് ശുദ്ധമാക്കുവാൻ ഈ നാട്ടിലെ ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മീഷൻ മെമ്പർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, 39% of the total population is benefited by the 3% Christians. 39% of the total population of India are benefited by the work of 3% Christians. അഭിമാനകരം തന്നെ, തികച്ചും അഭിമാനം തന്നെ. ത്വൈതൈര്യ സഭയ്ക്ക് കൊടുത്ത അംഗീകാരം പോലെ നമുക്കും ഇതിൽ ആഹ്ലാദിക്കാൻ കഴിയും. എന്നാൽ ഇന്നോ നമ്മുടെ സ്ഥിതി എന്താണ്? ഗലാത്യർ 3:1 പറയുന്നു, കടന്നു പോകുന്ന ഏവരുമേ നിങ്ങൾക്കിതേതുമില്ലയോ? 1940കളിൽ ചൈനയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ 5000 പേര് മൃതിയടഞ്ഞു എന്ന വാർത്ത കേട്ട് വായിച്ച് അത് പ്രസിദ്ധീകരിച്ച പത്രം കയ്യിൽ വെച്ചുകൊണ്ട് വാവിട്ട് കരഞ്ഞൊരു വൈദികൻ, ഒരു മേൽപ്പട്ടക്കാരൻ, ഒരു പിതാവ് ഇവിടെ ഉണ്ടായിരുന്നു. പരിശുദ്ധ പാമ്പാടി തിരുമേനി. ഇന്ന് തിരുമേനി മെത്രാനായ ദിവസമാണ്. മരിച്ചവരാരും അദ്ദേഹത്തിന് സ്വന്തക്കാരല്ലായിരുന്നു. മനുഷ്യൻ്റെ വേദന സ്വന്തം വേദനയായി അദ്ദേഹം കരുതി. 1 വർഷം നീണ്ടുനിന്ന ഹമാസ് പാലസ്തീൻ യുദ്ധം ഇന്നും മരണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം, മണിപ്പൂർ കലാപം, ഗസായിലെ നിരപരാധികളായ കുട്ടികളുടെ മരണം, ഇവയൊക്കെ നമ്മെ അസ്വസ്ഥരാക്കാറുണ്ടോ? അസ്വസ്ഥരാക്കണം. പ്രാർത്ഥന മുടക്കരുത്. യെഹെസ്കേൽ പ്രവചനം 32-ാം അധ്യായം
22-ാം അധ്യായം 30-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം മതിൽ കെട്ടി ഇടവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം മതിൽ കെട്ടി ഇടവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. എന്നെയും കണ്ടില്ല, നിങ്ങളെയും കണ്ടില്ല. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തിലേക്കും ചിതറിപ്പോയി സുവിശേഷം അറിയിച്ചു. ജനങ്ങൾ സുവിശേഷമാകുന്ന യേശുവിൽ വിശ്വസിച്ച് സഭയോട് ചേർന്ന് വന്നു. സുവിശേഷങ്ങളും ലേഖനങ്ങളും എഴുതപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷമാണ്. കാലക്രമേണ സഭയിൽ ദുരുപദേശകർ കടന്നുകൂടി. സഭ ശിഥിലമാകാൻ തുടങ്ങി. ഭരണാധികാരിൽ നിന്ന് കൊടിയ പീഡനം ക്രിസ്ത്യാനികൾ ഏൽക്കേണ്ടി വന്നു. 4-ാം നൂറ്റാണ്ടിൽ റോമാ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം സ്വീകരിച്ചതോടെയാണ് ക്രിസ്ത്യാനിയുടെ നില മെച്ചപ്പെട്ടത്. AD 313 മിലാൻ വിളംബരത്തിലൂടെയാണ് ക്രിസ്ത്യാനികൾക്ക് അംഗീകാരവും സ്വാതന്ത്ര്യവും ലഭിച്ചത്. ഈ കാലയളവിൽ സഭയിൽ പ്രവേശിച്ച ദുരുപദേശങ്ങൾ ചിലത് താഴെ പറയുന്നതാണ്. ഒന്ന്, ജ്ഞാനമതം. 1-2 നൂറ്റാണ്ടിൽ സഭയിൽ പ്രബലരായിരുന്ന ഗ്രീക്ക് ജ്ഞാനവാദികൾ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം, ആ യഥാർത്ഥം വെറും തോന്നൽ എന്ന് വാദിച്ചു. വസ്തുമായതെല്ലാം തിന്മയുടേതാകുന്നു, ആത്മാവായ പരിശുദ്ധ ദൈവം ദോഷപൂർണമായ ജഡത്തിൽ വെളിപ്പെടുക സാധ്യമല്ല അവർ പഠിപ്പിച്ചു. ജ്ഞാനമാണ് വിശ്വാസത്തേക്കാൾ ശ്രേഷ്ഠം, ജ്ഞാനി പാപത്തിന് അധീതനാണ് എന്നവർ പഠിപ്പിച്ചു. മാർസിയൻ പാഷാണ്ഡത. പഴയ നിയമത്തിലെ ക്രൂരനായ ദൈവമല്ല, പുതിയ നിയമത്തിലെ സ്നേഹസ്വരൂപനായ ദൈവം. ശരീരത്തിൻ്റെ പുനരുത്ഥാനത്തിൽ അവിശ്വസിക്കുകയും വിവാഹം വിലക്കുകയും ചെയ്തു. മക്കദോന്യരുടെ വാദം. പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തെയും ദൈവത്വത്തെയും അവർ നിഷേധിച്ചു. പരിശുദ്ധാത്മാവ് പുത്രൻ്റെ സൃഷ്ടിയാകാത്തതിനാൽ പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടും തുല്യതയില്ലാത്തവൻ എന്ന് പഠിപ്പിച്ചു. അരിയൂസിൻ്റെ വേദവിപരീതം. സത്യവിശ്വാസത്തെ തകിടം മറിക്കുന്നതായിരുന്നു അരിയൂസിൻ്റെ വിരുദ്ധ ഉപദേശം. ദൈവം മാത്രം നിത്യൻ, സൃഷ്ടിയല്ലാത്തവൻ, പുത്രൻ ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടി. പുത്രനില്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. ക്രിസ്തുവിന് മനുഷ്യാത്മാവില്ലായിരുന്നു. പരിശുദ്ധ റൂഹ ക്രിസ്തുവിൻ്റെ ആദ്യ സൃഷ്ടിയും ക്രിസ്തുവിനെ താഴെയുള്ളവനുമാകുന്നു. പിതാവിൻ്റെ അതേ സാരാംശം പുത്രനില്ല. കൂടാതെ എത്രയോ ദുരുപദേശങ്ങൾ. മുണ്ടേന മതം, മാനിക്കേയ മതം, മെലിതിയോസിൻ്റെ ശീഷ്മ, മക്കദോന്യ മതം, യുത്തിക്കോസ് മതം. ഉപദേശ പിശകുകളുടെ ഒരു കൂമ്പാരം സഭാജീവിതത്തിൽ പൊന്തി വന്നു. അത് വൈദികരിൽ നിന്നും മേൽപ്പെട്ടക്കാരിൽ നിന്നും സഭയിൽ ഉപദേശങ്ങളും ദുരുപദേശങ്ങളും വർദ്ധിച്ചു വന്നു. സഭാ അന്തരീക്ഷം കലുഷിതമായ കാലമായിരുന്നു 4-ാം നൂറ്റാണ്ട്. അലക്സാന്ദ്രിയയിലെ അരിയൂസിൻ്റെ പുതിയ ഉപദേശം റോമാ സഭയിൽ അസ്വസ്ഥതകൾ ഉളവാക്കി. ശരിയായ സത്യവിശ്വാസം ക്രോഡീകരിച്ച് കൃത്യമായ തീരുമാനത്തിലെത്തുവാൻ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ആഗമാന സഭയിലെ മെത്രാന്മാരെ ഏഷ്യ മൈനറിലെ പ്രധാന പട്ടണമായ തുർക്കിയിലെ നിഖ്യായിൽ വിളിച്ചു ചേർത്തു. AD 325 മെയ് 20 മുതൽ ജൂലൈ 25 വരെ നടന്ന സുനോദോസിൽ 318 പേർ സംബന്ധിച്ചു. പേർഷ്യയിലും ഇന്ത്യയിലും ഉൾപ്പെടുന്ന സഭാ സമൂഹത്തിൽ നിന്ന് പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. സുനോദോസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പ്രസംഗിച്ചു: ക്രിസ്തുവിൻ്റെ പുരോഹിതന്മാരെ, നിങ്ങൾ ഏക മനസ്സായിരിക്കണമെന്ന്, ആത്മാവിൻ്റെ ഐക്യത്തിൽ ഒരേ അഭിപ്രായം പുലർത്തണമെന്ന് ഉള്ളതാണ് എൻ്റെ അഭിപ്രായം. ദൈവത്തിൻ്റെ സഭയിലെ വിഭജനമാണ് ഏറ്റവും വലിയ തിന്മ. നിങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറിയ അഭിപ്രായ ഭിന്നതയെപ്പറ്റി കേട്ടപ്പോഴുള്ള കടുത്ത ദുഃഖം മറ്റൊരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ല. ദൈവദാസന്മാരും സമാധാനം പകർന്നു നിൽക്കുന്നതിനുമായ നിങ്ങളുടെ ഇടയിൽ അത്തരം തിന്മയ്ക്ക് യാതൊരു ഇടവും ഉണ്ടാകരുത്. അതിനാലാണ് വിശുദ്ധ സിനഡിലേക്ക് ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. വിഭജന ഹേതു എന്താണെന്ന് പരിശോധിച്ച് ഈ തർക്കം ഇതോടെ അവസാനിപ്പിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ സമാധാനവും അഭിപ്രായ ഐക്യവും പുനഃസ്ഥാപിക്കുക. ഇന്ന് നാം ഉപയോഗിക്കുന്ന നിഖ്യാവിശ്വാസ പ്രമാണം സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. സാധാരണ പ്രാർത്ഥനയുടെ അവസാനം ചൊല്ലുന്നത് പോലെ നാം ആമേൻ എന്ന് ചൊല്ലിയാണ് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും അർത്ഥവും വ്യാപ്തിയും ചരിത്രവും ദൈവശാസ്ത്രവും നാം അറിഞ്ഞിരിക്കണം. ദൈവശാസ്ത്ര സമ്പുഷ്ടവും ചരിത്ര വഴികളിലൂടെ കടന്നു വരുന്നതും സാർവത്രിക സഭ ചർച്ച ചെയ്ത് ശുദ്ധീകരിച്ചതും
അംഗീകരിച്ചതുമായ സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണിത്. വിശ്വാസ പ്രമാണം സഭയിൽ നിലവിൽ വന്നിട്ട് ഈ വർഷം 1700 വർഷം തികയുന്നു. വിശ്വാസ പ്രമാണം പ്രധാനമായി നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? പിതാവാം ദൈവത്തിൻ്റെ ഉണ്മ, പുത്രൻ തമ്പുരാൻ്റെ തിരു അവതാര രഹസ്യം, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം, പരിശുദ്ധ സഭ എന്തായിരിക്കും, ഏകം, വിശുദ്ധം, കാതോലികം, അപ്പോസ്തോലികം. ഈ 4 തൂണിലാണ് സഭ നിലനിൽക്കുന്നത്. വിശുദ്ധ മാമോദിസ, മരിച്ചവരുടെ പുനരുത്ഥാനം, മശിഹായുടെ പുനരാഗമനം. വിശ്വാസ പ്രമാണം പൂർണ്ണമായും വേദപുസ്തകത്തെ അധികരിച്ച് മാത്രം ക്രോഡീകരിച്ചിട്ടുള്ളതാണ്. അഖിലാണ്ടത്തിൻ്റെ ഉടയവനും സൃഷ്ടിതാവുമായ പിതാവാൻ ദൈവം, സർവ്വസൃഷ്ടിയുടെയും രക്ഷയ്ക്കായി അവതീർണനായ പുത്രൻ തമ്പുരാൻ, കർത്താവും ജീവൻ നൽകുന്നതിനുമായ പരിശുദ്ധ റൂഹ. തൃത്വത്തിൽ മൂന്നാമത്തെ ആളത്വമാണ് ഇന്ദ്രിയ ഗോചരമല്ലാത്ത ഉണ്മയെ, ഇൻകോർപ്പറൽ ബീയിങ്, വെളിപ്പെടുത്തുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന ആളത്വ രൂപം. അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസം ഓരോ ക്രിസ്ത്യാനിയും പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ആ അർത്ഥത്തിൽ ക്രിസ്തു വിശ്വാസത്തെ പണിയാൻ ശ്രദ്ധിക്കണം. 2 അപ്പോസ്തലന്മാരാണ് ഇത് നമ്മെ പഠിപ്പിച്ചത്. അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസം വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള വാക്യത്തിലാണ്. യേശു ശിഷ്യന്മാരുമായിട്ട് ഫിലിപ്പിൻ്റെ കൈസേരിൽ കൂടുന്നു. തൻ്റെ നിര്യാണകാലം അടുത്തു എന്ന് യേശുവിന് തോന്നിക്കാണും. അതുകൊണ്ട് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, പറയുക, ഞാൻ ആരാണ്? ജനങ്ങൾ എന്ത് പറയുന്നു? ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഈ മിനിസ്ട്രിയുടെ ഒരു പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ എന്ത് ഉറപ്പിലാണ് തിരിച്ചു പോകേണ്ടത്? ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ അവർ പറഞ്ഞു, ചില ആളുകൾ പറയുന്നു യോഹന്നാൻ സ്നാപകനാണ്, ഏലിയാവാണ്, യിരെമ്യാവാണ്, പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറയുന്നു. ക്ലാസ്സിലൊരു ടീച്ചർ തൻ്റെ മനസ്സിലുള്ള ഒരു ഉത്തരം കിട്ടാൻ കുട്ടികളോട് ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കാതിരുന്നാൽ അപ്പോൾ ഒരു ടീച്ചറുണ്ടാകുന്ന മനോഭാവമാണ് യേശുവിനുണ്ടായെന്നാണ് എൻ്റെ ചിന്ത. ഉദ്ദേശിച്ച ചിത്രം കിട്ടുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ യേശു പറഞ്ഞു, അതുപോട്ടെ, നിങ്ങൾ പറയുക, ഞാൻ ആരാണ്? ഹു ആം ഐ? അപ്പോൾ പത്രോസ്ലീഹ എഴുന്നേറ്റെന്ന് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇതാണ് ആദ്യത്തെ ക്രിസ്തു സാക്ഷ്യം. ഇതാണ് അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസത്തിൽ പ്രാധാന്യമേറിയ ഒന്ന്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ശരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ പത്രോസ് അപ്പോസ്തലൻ സന്തോഷിച്ചിരുന്നപ്പോൾ യേശു പറയുന്നു, ബർ യോനാ ശിമോനെ. വളരെ കട്ടിയുള്ളൊരു വാക്കാണ്, തർജ്ജമ പോലും ചെയ്തിട്ടില്ല. ബർ യോനാ ശിമോനെ, യോനായുടെ മകനെ, ഇത് നിൻ്റെ ബുദ്ധി കൊണ്ട് പറഞ്ഞതല്ല, സ്വർഗത്തിലെ എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നാണ്. ഞാൻ ആരാണെന്ന് ദൈവം വെളിപ്പെടുത്താതെ ആർക്കും മനസ്സിലാകില്ല. വെറുതെ ആളുകൾ പറയും, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. ബുദ്ധി കൊണ്ട് ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്ന എല്ലാവരും അങ്ങനെ പറയാറുണ്ട്. ഒരിക്കലും സാധിക്കത്തില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ദൈവം കനിഞ്ഞല്ലാതെ നിനക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ ഒക്കത്തില്ല. ഞാൻ ആരാണെന്ന് യേശു ചോദിച്ചപ്പോൾ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യഹൂദൻ നോക്കി പാർത്തിരുന്നാണ്. ആവർത്തന പുസ്തകം 18:18 മോശ മരിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, എന്നെപ്പോലെ ഒരുവനെ, ഒരു മശിഹായെ നിങ്ങൾക്ക് ദൈവം എഴുന്നേൽപ്പിച്ചു തരും, നോക്കിയിരിക്കണം. എന്നെപ്പോലെ ഒരു മശിഹ, മോശയെ പോലെ ഒരു മോശ കിട്ടിയതാണ് യേശു. വിശ്വാസം സ്വയം ആർജിക്കുന്നതോ ബുദ്ധിപരമായി കണ്ടെത്തുന്ന ഒന്നല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഉയരത്തിൽ നിന്നുള്ള ദൈവിക പരിജ്ഞാനമാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ. രണ്ടാമത് തോമസ് അപ്പോസ്തലൻ്റെ കൺഫെഷനാണ്, ഫെയ്ത്ത് ഡിക്ലറേഷനാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട ശിഷ്യന്മാരെല്ലാം സന്തോഷിച്ചു. അവൻ്റെ മുറിപ്പാടുകൾ കണ്ട് സന്തോഷിച്ചു. 10 പേരും ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷനായി. തോമസ് അവരുടെ കൂടെ ഇല്ലായിരുന്നു. പിന്നെ തോമസ് വന്നപ്പോൾ അവർ ഉറക്കെ പറഞ്ഞു, വി ഹാവ് സീൻ ജീസസ്. ഞങ്ങൾ യേശുവിനെ കണ്ടു. യേശുവിൻ്റെ കൂടെ മരിക്കാൻ വന്നവനാണ് തോമസ്. വീണ്ടും ലാസറിൻ്റെ കല്ലറയിലേക്ക് പോയപ്പോൾ തോമസാണ് പറയുന്നത്, അവിടെ കൊലപാതകം നടക്കും, യാത്ര പോകണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് പോകാം. അവൻ്റെ കൂടെ മരിക്കാൻ തയ്യാറായ തോമസ് പറയുന്നു, ആ വോണ്ട് ബിലീവ്, ഞാൻ വിശ്വസിക്കത്തില്ല. തോമസിനെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി തൻ്റെ രണ്ടാമത്തെ അപ്പിയറൻസിൽ യേശു തോമസിനോട് പറഞ്ഞു, വരിക, നീ ആവശ്യപ്പെട്ടതെല്ലാം കാണുക, നിൻ്റെ വിരൽ നീട്ടി കൈ കാണുക, കയ്യിലെ ആടിപ്പഴുത് കാണുക,
കൈയിട്ട് എൻ്റെ വിലാപ്പുറത്ത് തൊടുക. പാശ്ചാത്യ നാടുകളിൽ ധാരാളം പടങ്ങളുണ്ട്. യേശുവിൻ്റെ മാർവിടത്തിൽ തോമസ് അപ്പോസ്തലൻ കൈയിടുന്ന പടം. എന്നാൽ സുറിയാനി സഭയിലും പൗരസ്ത്യരാരും അത് വിശ്വസിക്കുന്നുമില്ല, പകർത്താറുമില്ല. യേശു പറഞ്ഞു വരിക, തൊടുക എന്ന് പറയുമ്പോൾ എന്നാൽ കാണട്ടെ എന്ന് പറയുകയല്ല. ആ ഒരു വാക്കിലൂടെ തോമസ് വരച്ചു പോയി. തോമസിൻ്റെ കൺഫെഷൻ അതിന് ശേഷമാണ് വരുന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, നീ എനിക്ക് കർത്താവാണ്, നീ എനിക്ക് ദൈവമാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിവിടെ കർത്താവ് എന്നുള്ള വാക്ക് ഇപ്പോൾ നമ്മുടെ കോടതികളിൽ പോയാൽ കാണാം. വക്കീലന്മാർ ഗൗണൊക്കെ ഇട്ട ശേഷം വാദം ആരംഭിക്കുന്നതിന് മുമ്പ് ജഡ്ജിയുടെ മുമ്പിൽ വന്ന് വണങ്ങിയിട്ട് പറയും മൈ ലോഡ്, മൈ ലോഡ്. എന്തിനാണ് അദ്ദേഹത്തെ മൈ ലോഡ് എന്ന് വിളിക്കുന്നത്? അദ്ദേഹം കർത്താവാണ്, ജീവൻ്റെ മേൽ അധികാരമുള്ളതാണ്. ഒരുവനെ വെറുതെ വിടാനും ഒരുവനെ തൂക്കിക്കൊല്ലാനും അധികാരം സ്റ്റേറ്റ് കൊടുത്തിട്ടുള്ള ആളാണ് മൈ ലോഡ്. ഉയർത്തെഴുന്നേറ്റ യേശുവിന് കിട്ടിയ പേരാണ് കർത്താവ്. ഇനി ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പിതാവാൻ ദൈവം പുത്രൻ തമ്പുരാന് കൊടുത്ത വലിയ അംഗീകാരമാണ്. ഇനി മനുഷ്യപുത്രനായിട്ട് വന്നുകൊണ്ട്, മനുഷ്യനെ പരിചയമുള്ളവനായതുകൊണ്ട്, മനുഷ്യൻ്റെ കാര്യം അറിയാവുന്നതുകൊണ്ട് മനുഷ്യപുത്രൻ വന്ന പുത്രൻ തമ്പുരാനെ ആയിരിക്കും ന്യായവിധിയുടെ കർത്താവ്. നീ എനിക്ക് ദൈവമാണ്. 139 സങ്കീർത്തനം ദൈവത്തിൻ്റെ ഇരിപ്പിടത്തെക്കുറിച്ച് പറഞ്ഞു. എവിടെ പോയാലും കാണാതിരിക്കാൻ പറ്റുമോ? സ്വർഗത്തിൽ പോയാൽ അവിടെയുണ്ട്, പാതാളത്തിൽ പോയാൽ അവിടെയുണ്ട്, സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയുണ്ട്. എവിടെയും ദൈവമില്ലാത്ത ഒരിടമില്ല. ഭൂലോകം മുഴുവൻ, അഖിലാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്വരൂപം. ഫിലിപ്പി ലേഖനത്തിൽ നമ്മോട് പറയുന്നു, അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവ്. ലോകത്തിലെല്ലാവരും യേശു തന്നെ കർത്താവെന്ന് പറയുന്നൊരു കാലം വരും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. ജീസസ് ഈസ് ദ ലോർഡ്. ഓംനിപൊട്ടൻ, സർവശക്തൻ, ഓംനിസൻ, സർവജ്ഞൻ, ഓംനിപ്രസൻ, സർവവ്യാപി. അപ്രകാരം ഈ വലിയവനായ ദൈവത്തിൻ്റെ ഉണ്മ എന്തെന്ന് തോമസ് അപ്പോസ്തലൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. തീമോഥെയോസിന് എഴുതിയ 1 ലേഖനം 6 അധ്യായം 16 വാക്യത്തിൽ അപ്പോസ്തലൻ ദൈവത്തെക്കുറിച്ച് പറയുന്നു. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ. ദൈവത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച്, ഉണ്മയെക്കുറിച്ച് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെയും കാലം കഴിഞ്ഞിട്ട് സഭ അഭിമുഖീകരിച്ച വലിയ ചോദ്യമാണ്, ആരാണ് യേശു? ആളുകളെല്ലാം പറയുന്നു യേശു ആരാണ്? 8 സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നീ അവനെ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനമാണ് ഇച്ചിരിക്കും. അതാ ആ യേശുവാണ്. പുത്രൻ തമ്പുരാൻ അതാണ് അല്പം മാത്രം താഴ്മയുള്ളവൻ, താഴ്ചയുള്ളവൻ. അവിടെ നിഖ്യാ സുന്നതോസിൻ്റെ പ്രധാന ചിന്താവിഷയം ഇതായിരുന്നു: യേശു മശിഹായുടെ മനുഷ്യത്വം, യേശു മശിഹായുടെ ദൈവത്വം, പരിശുദ്ധ തൃത്വം. ഇതിനെതിരായി വന്ന പാഷാണ്ഡതയെ പ്രതിരോധിച്ച് സത്യവിശ്വാസം നിർവഹിക്കുന്നതായിരുന്നു നിഖ്യ, കുസ്തന്തീനോസ്, പൗലോസ്, എഫേസോസ് എന്നീ സുന്നതോസിയുടെ മുഖ്യ ലക്ഷ്യം. തൃത്വോപദേശം നിഖ്യ സുന്നതോസ് നിജപ്പെടുത്തി ഉറപ്പിച്ച ഒന്നാണ് പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം. ക്രിസ്തു വിശ്വാസത്തിൻ്റെ ആണിക്കല്ലാണ് തൃത്വവിശ്വാസം. ഈ കല്ലിനെ ഇളക്കം തട്ടിയാൽ കെട്ടിടത്തിന് തകർച്ചയാണ് ഫലം. സാമാന്യ ബുദ്ധിക്ക് അതീതമായ ഒന്നല്ല തൃത്വോപദേശം. ഒരാൾക്ക് ഒരേ സമയം തന്നെ മകനാവാം, ഭർത്താവാകാം, അപ്പനാകാം. അതുപോലെ മകളായി, ഭാര്യയായും അമ്മയായും കഴിയാം. പ്രകൃതിയിൽ വെള്ളം, നീരാവി, ഐസ്, 2HB ആണ് 3 പേർക്കും പറയുന്നത്. അതുപോലെ തീ, ചൂട്, പ്രകാശം ഒന്നിച്ചു നിൽക്കുന്നു. ദേഹം, ദേഹി, ആത്മാവ് ഇവ 3 ചേരുമ്പോഴാണല്ലോ ഒരു മനുഷ്യൻ പൂർണ്ണനാകുന്നത്. പരിശുദ്ധ തൃത്വത്തിൻ്റെ ഐക്യം അതുപോലെയാണ്. പരിശുദ്ധനും സ്വയംഭൂവും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ ബഹുമാനത്തിനും ശക്തിയിലും ഇച്ഛയിലും കർത്തവ്യത്തിലും ഒന്നായിരിക്കുന്നവനും ആദിയും അന്തവുമില്ലാത്തവനുമായ സത്യ ഏക ദൈവത്തിലുള്ള വിശ്വാസം. ഇതാണ് സ്തുതിയോഗ്യപ്പെട്ട സത്യവിശ്വാസം. സൃഷ്ടിതാവായ പിതാവാൻ ദൈവവും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവതീർണനായ പുത്രൻ തമ്പുരാനും
എന്നും ദൈവമായി കൂടെയുള്ള പരിശുദ്ധാത്മാവുമാണ് നമുക്ക് ഏകൻ. ഈ ത്രിമാന പ്രവർത്തനത്തിലൂടെ ലോകം ദൈവത്തെ ദർശിച്ചു. പിതാവാം ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാത്മാവും ദൈവവും ഒന്ന് തന്നെ. സെയിം സബ്സ്റ്റൻസ് ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഊസിയ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത്. സാരാംശത്തിൽ ഒന്ന്. പട്ടം കൊണ്ട ശുശ്രൂഷയിൽ പ്രഖ്യാപിക്കുന്നു, അവൻ കന്യകയുടെ ഉദരത്തിൽ ഇരുവായപ്പോഴും സ്വർഗ സിംഹാസനത്തിൽ ഇരുന്നിരുന്നു എന്ന് നീ വിശ്വസിക്കണം, ഏറ്റുപറയണം. അന്ത്യോക്യയിലെ സഭയുടെ ഏറ്റവും വലിയ സംഭാവനയാണ് തൃത്വോപദേശം. നമ്മുടെ ഞായറാഴ്ച രാവിലത്തെ നമസ്കാരത്തിൽ 15 പ്രാവശ്യം തൃത്വസ്തുതി നാം ഏറ്റുപറയുന്നു. തുടർന്ന് വിശുദ്ധ യാക്കോബിൻ്റെ കുർബാന തക്സാൽ 25 പ്രാവശ്യം നാം തൃത്വസ്തുതി പ്രഖ്യാപിക്കുന്നു. യേശുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന എതിർ ക്രിസ്തുക്കളെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നു. 1 യോഹന്നാൻ 2:22. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നതിനല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നതിന് തന്നെ എതിർ ക്രിസ്തു ആകുന്നു. നമ്മുടെ പെന്തിക്കോസ്തൽ പെരുന്നാൾ ആരാധനാക്രമത്തിൽ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് വ്യക്തമായ സഭ പഠിപ്പിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസ, പാപമോചനവും തന്മൂലം ലഭിക്കുന്ന പാപക്ഷമയും വേദപുസ്തകം തരുന്ന ഉറപ്പാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് 10:17, സംഖ്യ 14:17, ഇരിമ്യാ 33:8, ആമോസ് 7:2 ഇവിടെയെല്ലാം പാപം മോചിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നു. പുതിയ നിയമത്തിൽ പാപക്ഷമ ദൈവദാനമെന്നും അത് ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടതെന്നും വെളിപ്പെടുത്തുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 6:12, ലൂക്കോസ് 5:21, അപ്പോസ്തല പ്രവൃത്തി 8:22, എബ്രായർ 8:12 ഇതെല്ലാം പാപക്ഷമ നൽകുന്ന അധികാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. സ്നാപക യോഹന്നാൻ മാനസാന്തരത്തെ പ്രസംഗിച്ചു. യേശുവും മാനസാന്തരപ്പെടുവാൻ ആഹ്വാനം ചെയ്തു. പാപം എന്നാൽ ഒന്ന് ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ബുദ്ധിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇന്നലെ തീത്തോസ് തിരുമേനി അതെന്നെ പറഞ്ഞല്ലോ. ഇത് ശീശ്മയും ഇടത്തൂടുമാണ്. ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക. ഇസബേലിൻ്റെ പഠിപ്പിക്കുകയാണെന്ന് ഓർക്കുക. വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കുകയും വേണം. തൻ്റെ കുരിശിലെ യാഗമെന്ന സ്നാനത്തിലൂടെ ഒരിക്കലായി എന്നേക്കുമായി നമുക്ക് പാപക്ഷമ കർത്താവ് നേടിത്തന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മരിച്ചവരുടെ ഉയർത്തുനിൽപ്പ്, അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. തനിക്ക് പ്രിയമായ സ്നേഹിതനായ ലാസർ രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ രോഗം അങ്ങനെ ഇരിക്കട്ടെ എന്ന് യേശു വിചാരിച്ചതുപോലെ നമുക്ക് തോന്നും. ശിഷ്യന്മാർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും രോഗിയാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് യേശു ശിഷ്യന്മാരോട് പറയുന്നു, നമുക്ക് ബഥാനിയയിലേക്ക് പോകാം. സ്നേഹിതൻ ലാസർ നിദ്ര കൊള്ളുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിദ്രയാണെങ്കിൽ നല്ലതാണ്, പനിക്കാർ ഉറങ്ങിയാൽ നല്ലതല്ലേ, പനി പോവും. അപ്പോൾ യേശു തെളിച്ച് പറയുന്നു, അല്ലല്ല, മരിച്ചുപോയി. ഒരു മരണപ്പെട്ട ഒരാളുടെ മുമ്പിൽ വെച്ചാണ് യേശു നല്ലൊരു അധ്യാപകനായി എന്താണ് മരണമെന്നും മരണത്തിൻ്റെ പുനരുത്ഥാനം എന്താകുന്നതും പറഞ്ഞിട്ടൊന്നും ശിഷ്യന്മാർക്ക് അതുവരെ മനസ്സിലായില്ല. ഒരിക്കൽ പോലും അവരൊരു ഉയർത്തെഴുന്നേൽപ്പ് കാണുകയോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല. ലാസറിൻ്റെ കല്ലറയിൽ ഇവരെ കൊണ്ടുവന്നിട്ട് യേശു മാർത്തയോട് ചോദിക്കുമ്പോൾ പഠിപ്പിക്കുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനം, ജീവൻ. എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നതിന് ആരും ഒരിക്കലും മരിക്കില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ? മാർത്തയോട് യേശു ചോദിക്കുന്നു. നമ്മോട് ഓരോരുത്തരോടും സഭാമക്കളോട് ദൈവം ചോദിക്കുന്നു, ഡു യു ബിലീവ്? മരിച്ചാൽ ഉയർക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ക്രിസ്ത്യാനിക്ക് വളരെ ധൈര്യത്തോടുകൂടെ ദൈവത്തിന് പറയാൻ സാധിക്കും. പൊതുവെ നമ്മുടെ ആരാധനാക്രമത്തിൽ ഹല്ലേലൂയ പറയുന്നത് വളരെ കുറവാണ്. സഭയുടെ പ്രാർത്ഥന എപ്പോഴും കുറിയലായിസോ എന്നാണ്. കനിവുണ്ടാകണമേ ദൈവമേ, കൃപയുണ്ടാകണമേ ദൈവമേ, ചങ്കത്തടിച്ചോണ്ട് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ച പോലെ കനിവുണ്ടാകണമേ ദൈവമേ, കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. മർത്തമക്കാരൻ ഉറക്കെ ഹല്ലേലൂയ പറയുന്നത് ശവസംസ്കാര സമയത്താണ്. ശവപ്പെട്ടി കുഴിയിലോട്ട് ഇറക്കി കഴിഞ്ഞിട്ട് പറയും, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി,
ഹല്ലേലൂയ പറയുന്നത് മരണത്തെ ജയിച്ച കർത്താവ് നമ്മോട് കൂടെ, ഇവൻ്റെ കൂടെ ഇയാൾ മരിച്ചിട്ടില്ല. ഇപ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവ് മാറിയിട്ടേ ഉള്ളൂ. ഇനി അത് തിരിച്ചു വരും. ജീവനുള്ള ദേഹിയായിട്ട് ഉയർക്കും, അക്ഷയരായിട്ട് ഉയർക്കും, പ്രശ്നങ്ങളിടാതെ ഉയർക്കും. നീ ഇത് വിശ്വസിക്കുന്നുവോ? മരണമുള്ള നമ്മുടെ ജാതിക്ക്, നമ്മുടെ സമൂഹത്തിന് മരണമില്ലായ്മ തരാനുള്ള ദൈവിക പദ്ധതിയാണ് തിരുജനനവും തിരുമരണവും ഉയർപ്പും. ശരീരം ഉയർക്കില്ല എന്ന് പഠിപ്പിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. വേദാനുസരണമായിട്ട് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക്, സഭയുടെ മക്കളാകുന്ന നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനോ അംഗീകരിക്കാനോ പറ്റാത്ത ഒന്നാണ്. ഇത് കർത്താവിൻ്റെ പഠിപ്പിക്കലിനെതിരാണ്. അതിനാൽ ഇത് വേദവിപരീതമാണ്. ഉയർക്കില്ല, ശരീരത്തോടെ ഉയർക്കില്ല എന്നുള്ള പഠിപ്പിക്കുക. ഇസബേലിൻ്റെ കൂട്ടായ്മയുള്ള ഇവരെ ഒഴിഞ്ഞു പോകുക. നാം ഉയർക്കുമെന്നുള്ളതിന് എന്താ തെളിവ്? റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുവിനെ മരണത്തിന് ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവന് വേണ്ടി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ക്രിസ്തീയ ജീവിതം പ്രത്യാശയുടെ മാർഗമാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്ന കുരിശിന് സ്ലീബ എന്ന് പറയും. 4 വശവും ഒന്നുപോലെയാണ്. 4 ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തു എന്നാണ് അർത്ഥം. ഉയർപ്പിൻ്റെ ചിഹ്നമാണ്. അതാണ് അതിൻ്റെ കൂടെ ഒരു ഏലസും കെട്ടിവെക്കുന്നത്. കൊടിയാണ്, വിജയത്തിൻ്റെ കൊടിയാണ് കുരിശ്, സ്ലീബ. വാസ്തവമായി നാളെ ഇത് വിടരും എന്ന് ലോകത്തോട് സഭ, വിശ്വാസികൾ, സമൂഹം പറയുകയാണ്. ടുമോറോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബ്ലൂം. പ്രത്യാശയുള്ള ഒരു ജീവിതമാണ്, മരണത്തിനപ്പുറമായിട്ടൊരു ജീവിതമാണ് ക്രിസ്ത്യാനിയുടേത്. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുന്നവനായ കർത്താവ്. യോവേൽ പ്രവചനം 2-ാം അധ്യായം 2-ാം വാക്യം, യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ട് അടുത്തിരിക്കുന്നതുകൊണ്ടും അത് ഇരുട്ടും അന്ധകാരവുമായിരിക്കും. കൊള്ളുകയും തള്ളുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് അന്ന്. വിശുദ്ധ കുർബാനയിൽ നാം കൂടെ കൂടെ പറയാറുണ്ട്. നമ്മുടെ വിശ്വാസം നമ്മെ ഏറ്റുപറയുന്നു. കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു, 2ാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അന്ന് കോതമ്പും കളയും തമ്മിൽ വേർതിരിക്കപ്പെടും. ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ തിരിക്കുന്ന പോലെ വേർതിരിക്കപ്പെടും. പുത്രനാം ദൈവത്തിന് ന്യായവിധിയുടെ അധികാരം പിതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. തൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ചും തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനെക്കുറിച്ചും കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷം 25:31. സഭ വിശ്വാസികളുടെ കൂട്ടായ്മയാണ്, സംസർഗമാണ്. അതിൽ ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും ഉൾപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാകുന്നു. എന്നാൽ ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാകുന്നു. എന്താണ് സത്യവിശ്വാസം, ഏതാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ വിശ്വാസ വിപരീതങ്ങളെ പറ്റി ആദ്യം നാം മനസ്സിലാക്കണം. 1-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ സഭയിൽ ഉടലെടുത്ത വിശ്വാസ വിപരീതങ്ങൾ അഥവാ പാഷാണ്ഡതകളെ അതിജീവിപ്പാൻ സുന്നതദോസുകൾക്ക് കഴിഞ്ഞു. എന്നാൽ അവ ഇന്നും നമ്മെ പല രൂപേണ സഭയുടെ സഹയാത്രികരായി അവരും യാത്ര തുടരുന്നു. വിശ്വാസികൾ ജാഗരൂകരായിരിക്കണം, അല്ലെങ്കിൽ കർത്താവ് തുയധൈര്യായാലെ സഭയുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തും. ഇസബെല്ല എന്ന പ്രവാചകയുടെ ദുർനടപ്പിൽ നാമും പങ്കുകാരാകും. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചാപ്ലെയിൻ ഡോക്ടർ കേണൽ ബുക്കാനിൻ 1806 തിരുവിതാംകൂർ സന്ദർശിച്ചു. ക്രിസ്ത്യൻ റിസർച്ചേഴ്സ് ഇൻ ഏഷ്യ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ, അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫിയിൽ അദ്ദേഹം എഴുതി, മലങ്കര സഭ ലോകപ്രകാരമുള്ള മാലിന്യം ഏൽക്കാത്ത കന്യകയെ പോലെ യാതൊരു ഉപദേശ പിശകുകളും ഇല്ലാത്ത ഒരു സഭയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് മലയാളത്തിൽ പുതിയ നിയമവും വേദപുസ്തകവും ലഭ്യമാകാൻ കാരണമായത്. 19-ാം നൂറ്റാണ്ട് മുതൽ മലങ്കരയിൽ ദുരുപദേശങ്ങൾ പൊട്ടിമുളച്ചു വന്നു. അതിലാദ്യത്തേതും വിശ്വാസ വൈപരീത്യം നിറഞ്ഞതുമായിരുന്നു വിദ്വാൻകുട്ടി അച്ഛൻ്റെ കന്നീറ്റിലെ യുയോമയ സഭ. പാലക്കാട് ജില്ലയിൽ മണപ്പുറം ഗ്രാമത്തിൽ തമിഴ് ബ്രാഹ്മണരുടെ കുടുംബത്തിൽ വെങ്കടേശ്വര ഭാഗവതരുടെ ആദ്യ സന്തതിയായി രാമയ്യർ ജനിച്ചു. കുടുംബത്തിലെ ആദ്യ സന്തതിയായിരുന്നു
ശുഷ്കാന്തിയോടുകൂടെ ഹിന്ദു മതാനുസാരിയായിരുന്നു. പിന്നീട് ക്രിസ്തു വിശ്വാസത്തിൽ അദ്ദേഹം വന്നു ചേർന്നു. ജോസഫ് പിറ്റ് എന്ന മിഷണറി അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി. മാവേലിക്കര ക്രൈസ്റ്റ് പള്ളിയിൽ വെച്ച് യുസ്തോസ് ജോസഫ് എന്ന പേര് നൽകി. ക്രിസ്തു മാർഗം സ്വീകരിച്ചതിനാൽ വലിയ ഉപദ്രവങ്ങൾ അദ്ദേഹം നേരിട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. 1865 സെമിനാരിയിലെ പഠനത്തിന് ശേഷം അദ്ദേഹം വൈദികനായി. വലിയ ആത്മാർത്ഥതയോടെ ഉണർവ് യോഗങ്ങൾ സംഘടിപ്പിച്ചു. ഇക്കാലത്തെ പോലെയല്ല, അന്ന് ആളുകൾ കേട്ടിട്ടുമില്ല ഉണർവും അതിൻ്റെ രീതിയും ഭാവവും. പാട്ടുകളില്ല, വേദപുസ്തകമില്ലാത്തൊരു കാലം. ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവന്നപ്പോൾ ജനക്കുണ്ടായ സന്തോഷം അവാച്യമായിരുന്നു. വാക്സാമർഥ്യവും ഭാഷാജ്ഞാനവും വേദപാണ്ഡിത്യവും സംഗീതസിദ്ധിയും ജനങ്ങളെ ആകർഷിച്ചു. ധാരാളം കീർത്തനങ്ങൾ അദ്ദേഹം രചിച്ച് പാടി സാധാരണ ജനങ്ങളെ ക്രിസ്തു വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തി. ഈ യോഗങ്ങൾ മുഖാന്തരമായി മധ്യതിരുവിതാംകൂറിലെ ജനങ്ങൾ അവർക്ക് പുതുമയും ആകർഷവുമായി തീർന്നു. വേദപുസ്തക വ്യാഖ്യാനം ജനങ്ങളെ ഇളക്കിമറിച്ചു. ഭക്തിയുടെ നിറവിൽ അദ്ദേഹം പ്രവചിച്ചു. 1881 ഒക്ടോബർ മാസം 2 കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഉണ്ടാകും. വിശ്വാസജനം ഭക്തിയോടും കണ്ണുനീരോടും കൂടി ആ ദിവസങ്ങൾ നോക്കിപ്പാർത്തു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. 1887 52-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നാം എന്നും പാടുന്നു, ഇന്നും പാടുന്നു. സേനയിൻ യഹോവയെ എന്ന പാട്ട്, സ്തുതിപ്പീൻ സ്തുതിപ്പീൻ, മാരാമൻ കൺവെൻഷൻ്റെ ചേർന്ന് നിൽക്കുന്നൊരു പാട്ട്. കാന്ത താമസം എന്താഹോ വരുവാൻ ആ പാട്ട് പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ള് നമുക്ക് വായിക്കാൻ കഴിയും. എത്രമാത്രം തീവ്രതയോടുകൂടെ കർത്താവിനെ സ്നേഹിച്ച് തൻ്റെ മഹത്വ പ്രത്യക്ഷത തൻ്റെ കാലത്ത് നടക്കുമെന്നുള്ള വലിയ പ്രവചനം നടത്തുവാൻ അദ്ദേഹത്തെ ഉദ്ദീപിച്ചത് എന്താണ്? നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്നുള്ള ഒരു തേങ്ങലായിരുന്നു. ധാരാളം ആളുകൾ യുയോമയം മാർഗത്തിൽ ചേർന്നതാണ്. എന്നാൽ അതും ശീശ്മ തന്നെ. കർത്താവായ യേശു ഇത് മുൻകൂട്ടി കണ്ട് നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 24:4 യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. 1960-കളിൽ ബ്രിട്ടീഷ് ഗയാനയിൽ ജോൺസൺ എന്ന് പറയുന്ന മനുഷ്യൻ 25,000 അനുയായികളുമായി കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർത്തിരുന്നു. വിദ്വാൻ കുട്ടിച്ചൻ്റെ കാലത്ത് നടന്ന പോലെ പറഞ്ഞ സമയത്തൊന്നും ദൈവം വന്നില്ല. അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് 25,000 ആളുകൾ ഒന്നിച്ച് വിഷം കഴിച്ച് മരിച്ചു. പുനരുത്ഥാന ദിനം എന്ന് ഒന്നില്ല എന്ന് പഠിപ്പിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതും ഹെർസിയാണ്. യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസരെ അടിപ്പാനും കുടിയരോട് കൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്നവനെ ദണ്ഡിപ്പിച്ച് അവൻ്റെ കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാമത്തിൽ വന്നാലും അങ്ങനെ കണ്ടുവെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. മറ്റൊരു ഭാഷാണ ഉപദേശം ഇന്ന് നിലവിൽ നമ്മുടെ അടുത്തുണ്ട്. എംപറർ ഇമ്മാനുവേൽ സഭ യുഗാന്ത്യം അടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവ വിഘടിത പ്രസ്ഥാനമാണ് എംപറർ ഇമ്മാനുവേൽ ട്രസ്റ്റ്. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രബോധനം യുഗാന്ത്യവും ദ്വിതീയാഗമനവും ഒന്ന് തന്നെ. ഇരിങ്ങാലക്കുടയിലാണ് ട്രസ്റ്റിൻ്റെ ആസ്ഥാനം. വേദപുസ്തകം സൂചിപ്പിക്കുന്ന യുഗാന്ത്യത്തിൻ്റെ അടയാളങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്നവർ പഠിപ്പിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ സഹയാത്രികരായി അവർ യാത്ര ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വിവരിക്കുന്ന സ്ത്രീ കന്യകമറിയാമും ആൺകുട്ടി ഇമ്മാനുവേലുമാണെന്ന് അവർ സമർത്ഥിക്കുന്നു. എംപറർ ഇമ്മാനുവേലിലൂടെ മാത്രമേ രക്ഷ ലഭിക്കൂ എന്നവർ പഠിപ്പിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ സുവർണ ദർശനങ്ങളെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നത് കേൾക്കാനും വിശ്വസിപ്പാനും ഓടിക്കൂടി സംഘനൃത്തം ചെയ്യുന്നവർ അനേകരാണ്. മർത്തോമക്കാരും ഇതിനകത്ത് കൂടിയിട്ടുണ്ട്. യേശുവിൻ്റെ മനുഷ്യാവതാരം, കുരിശുമരണം, സഭ ഇവയെല്ലാം അർത്ഥരഹിതമാണ്. ക്രിസ്തു പാപത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറയുന്നത് ശുദ്ധ കള്ളത്തരമാണ്. ജനങ്ങളെ ഭയപ്പെടുത്തി വിശ്വാസം പഠിപ്പിക്കുന്ന ഒരു ശൈലി ഇവർ സ്വീകരിക്കുന്നു. മറ്റൊന്നാണ് ചിൽഡ്രൻ ഓഫ് സേറ്റൻ, സേറ്റനിക് വേർഷിപ്പ്. ക്രൈസ്തവ ആരാധനകളെ അവഹേളിക്കുന്ന അഭ്യസ്തവിദ്യരായ നമ്മുടെ യൗവനക്കാർ ഈ സാത്താന്യ സേവയിലും ആരാധനയിലും പങ്കാളികളാകുന്നു. വിശുദ്ധ കുർബാനയുടെ അവസരത്തിൽ പള്ളികളിൽ വന്ന് ഭക്തി നടിച്ച് കുർബാന സ്വീകരിച്ച് അവ ഭക്ഷിക്കാതെ പുറത്തു കൊണ്ടുപോയി സാത്താന്യ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നു. ധനാഢ്യരും വിദ്യാസമ്പന്നരുമെന്ന്
വിശ്വസിക്കുന്നവരുമായ യൗവനക്കാരാണ് ഇതിലെ അംഗങ്ങൾ. നമ്മുടെ സഭ നിലനിൽക്കുന്ന സാമൂഹ്യ ചുറ്റുപാട്, കേരളത്തിൽ അക്രമങ്ങൾ പെരുകുന്നു. പുറത്തു മാത്രമല്ല, കുടുംബത്തിനകത്തും സംഘർഷം പുകയുന്നു. പലയിടത്തും അത് കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്നു. കൊട്ടേഷൻ സംഘങ്ങൾ വർദ്ധിക്കുന്നു. ലഹരി ഉപയോഗമാണ് ഇതിനെല്ലാം മൂലകാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. കോവിഡിന് ശേഷം അക്രമവാസന, അനിഷ്ട സംഭവങ്ങളും വർദ്ധിച്ചു വരുന്നു. കേരളത്തിലെ സഭകൾക്കുള്ളിലും അശാന്തി പരക്കുന്നു. ഫെബ്രുവരി മാസം 1-ാം തീയതി വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വൈദികനെ മറ്റൊരു വൈദികൻ്റെ നേതൃത്വത്തിൽ ആക്രമിക്കുന്നു. ഫേസ്ബുക്കിൽ ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സഭകൾക്ക് എന്ത് പറ്റി? സഭാജനങ്ങൾക്ക് എന്ത് പറ്റി? വിശ്വാസം, ദൈവബോധം, ദൈവഭയം നഷ്ടപ്പെട്ടു പോയോ? വിശ്വാസത്യാഗവും സാക്ഷ്യമില്ലാത്ത ജീവിതവും നമ്മെ ഇകഴ്ത്തിക്കളയുന്നു. സഭ ഒരു മൈനോറിറ്റിയാണ്. അത് മതി. അസാരം പുളിമാവ്, അല്പം ഉപ്പ്, ഇത് പിണ്ടത്തെ പൊളിപ്പിക്കുന്നു, പിണ്ടത്തെ രുചിപ്പിക്കുന്നു. എന്നാൽ ഉപ്പ് കാരമില്ലാതെ പോയാൽ, കർത്താവ് ചോദിക്കുന്നതാണ്, ഉപ്പ് കാരമില്ലാതെ പോയാൽ നമ്മുടെയും ദോഷഫലമാണ് സമൂഹത്തിന് ഇന്ന് ഭവിച്ചിരിക്കുന്ന ഈ വീഴ്ചകളെല്ലാം. നേരത്തെ നമ്മൾ കണ്ടു എത്രമാത്രം ക്രിസ്ത്യാനികൾ ഈ സമൂഹത്തിലെ മറ്റു സമൂഹങ്ങൾക്ക് ഉദാഹരണം പറയാൻ തക്കവണ്ണം കാര്യക്ഷമമായി പ്രവർത്തിച്ചു വന്നു. നമ്മളും അലംഭാവത്തോടുകൂടെ ജീവിക്കുന്നുണ്ട്. ഈ കുറവുകളെല്ലാം, നമ്മുടെ കുറവുകളെല്ലാം സമൂഹത്തിൻ്റെ വീഴ്ചയായി വന്നിരിക്കുന്നു. പരീശനായ ശൗലിനോട് ദൈവം ചോദിക്കുന്നു, ദമസ്കോസിൻ്റെ വാതിക്കൽ വെച്ച്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത്? ഇന്ന് ദൈവം നമ്മോട് ഈ ചോദ്യം തന്നെ ചോദിക്കുന്നു. ദൈവത്തിന് വേണ്ടി കൊല ചെയ്യാൻ വന്നവനോട് ദൈവം ചോദിക്കുന്നു, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത്? വാസ്തവത്തിൽ നമ്മുടെ രീതികളെല്ലാം കർത്താവിനെ വീണ്ടും ക്രൂശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. വെർ യു ദേർ വെൻ ദേ ക്രൂസിഫൈഡ് മൈ ലോർഡ് എന്നൊരു നല്ല പാട്ടുണ്ട്. വെർ യു ദേർ, നീ അവിടെ ഇല്ലായിരുന്നോ? നിന്റെ പാപം കൂടിയാണല്ലോ കർത്താവിനെ ക്രൂശിന്മേൽ തറച്ചത്. വെർ യു ദേർ? ബ്രിട്ടീഷ് റോയൽ ആർമി അംഗങ്ങളെല്ലാവരും കൂടെ ഒരു ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി പോയി. 6 മാസം കടലിലായിരുന്നു. അപ്പോൾ കരയിലിറങ്ങാനുള്ള കൊതി അവർക്കുണ്ടായി. അപ്പോൾ അവരെല്ലാവരും കൂടെ ജിബ്രാൾട്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് കപ്പലിറങ്ങി. അവിടെ തന്നെ ഒരു ഫ്രൂട്ട് സ്റ്റോള്, ധാരാളം പഴവർഗ്ഗങ്ങൾ, കണ്ടതെല്ലാം സന്തോഷം. തേനീച്ച പോലെ അവരെല്ലാം ഫ്രൂട്ട് സ്റ്റോളിൽ ഇരച്ചു കയറി. ഇന്ന് കണി കണ്ടവനെ നാളെയും കാണണമെന്ന് കടക്കാരനും വിചാരിച്ചു. എല്ലാവരും കയറി ഇഷ്ടംപോലെ പഴങ്ങളെല്ലാം ആഹരിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ആരും പണം തരാതെ പോകുന്നത് പോലെ അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹം പലരോട് ചോദിച്ചു, കാശ് തന്നില്ലല്ലോ, പണം തന്നില്ലല്ലോ. അപ്പോൾ മലയാളികളെ അറിയാവുന്നതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞു, ഏതെങ്കിലും പോലീസുകാരൻ കാശ് കൊടുത്ത് പഴം മേടിക്കോടാ. അതേ ഇവർ തന്നെ കളിപ്പിച്ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പഴക്കൂടുകളെല്ലാം കൂടെ കൂട്ടിവെച്ച് അതിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു, ബി ബ്രിട്ടീഷ്, ബി ബ്രിട്ടീഷ്. ഒരൊറ്റ വാക്കിൽ പോയ പടയാളികളെല്ലാം, നോയൽ നേവിയിലെ ആളുകളെല്ലാം മടങ്ങി വന്ന് പോക്കറ്റിൽ നിന്ന് കിട്ടിയ പണം അവൻ്റെ കൈ കൊടുത്തിട്ട് പോയി. ബി ബ്രിട്ടീഷ്. ഇന്ന് സഭ നമ്മോട് പറയുന്നു, ജനങ്ങൾ നമ്മളോട് പറയുന്നു, മറ്റു സമൂഹങ്ങൾ നമ്മളോട് പറയുന്നു, ബി ക്രിസ്ത്യൻ. ക്രിസ്ത്യാനികളെ, നിങ്ങൾ ക്രിസ്ത്യാനികളല്ലല്ലോ, ക്രിസ്ത്യാനികളെ പോലെ അല്ലല്ലോ, ഞായറാഴ്ച ക്രിസ്ത്യാനികളല്ലല്ലോ, നിങ്ങൾ തിങ്കളാഴ്ചത്തെ ക്രിസ്ത്യാനികൾ. എല്ലാ രീതിയിലും നമുക്ക് നേരെ നിൽക്കാൻ വയ്യാത്തൊരു കാലം. ഇപ്പോഴുള്ള മാർപ്പാപ്പ തിരുമേനി, ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി മുൻഗാമി റാറ്റ്സിംഗർ, അദ്ദേഹം ഒരു കർദിനാളായിരുന്നപ്പോൾ 1969 ഒരു റേഡിയോ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു, താമസിയാതെ പുരോഹിതരെ, നിങ്ങൾ ഇനി സാമൂഹ്യ പ്രവർത്തകരുടെ റോളിലേക്ക് ചുരുങ്ങിപ്പോകും. വിശ്വാസത്തിൻ്റെ സത്യം ഒരു രാഷ്ട്രീയ ദർശനത്തിലേക്ക് ചുരുങ്ങും. എല്ലാം നഷ്ടപ്പെട്ടതായി നമുക്ക് തോന്നും. പക്ഷേ ശരിയായ സമയത്ത് പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ മുഹൂർത്തത്തിൽ മാത്രമേ സഭ പുനർജനിക്കുകയുള്ളൂ. അത് ചെറുതും ദരിദ്രവും ഏതാണ്ട് അസ്ഥിരവുമായിരിക്കും, എന്നാൽ അത് വിശുദ്ധമായിരിക്കും. കാരണം അതിനി ലോകത്തെ പ്രീതിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവൻ്റെ സഭ ആയിരിക്കുകയില്ല, മറിച്ച് ദൈവത്തിലും അവൻ്റെ നിത്യനിയമത്തിലും വിശ്വസിക്കുന്നവൻ്റെ സഭയായിരിക്കും. വളരെ ചെറുതും പ്രത്യക്ഷത്തിൽ നിസ്സാരമെന്ന് തോന്നുന്നുവെങ്കിലും ആർക്കും തുടച്ചു നിൽക്കുവാൻ കഴിയാത്ത ഒരു ശേഷിപ്പായി
ദൈവം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ഒരു ചെറിയ ആട്ടിൻകൂട്ടമായി തിന്മയെ ചെറുക്കുന്ന പ്രകാശമായി സഭ നിലനിൽക്കും. ത്വയധൈര്യ സഭയ്ക്ക് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമാണ്, ഞാൻ അവനൊരു ഉദയനക്ഷത്രം കൊടുക്കും. റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ മിഷൻ ഫീൽഡാണ് ഒറീസയിലെ കലഹണ്ടി. ഇപ്പോൾ 25 വർഷം പൂർത്തിയായി. സാധാരണക്കാരും കൃഷിക്കാരും ആദിവാസികളും അടങ്ങുന്നതാണ് വിശ്വാസികൾ. 2 ആഴ്ച മുമ്പ് ഞാൻ അവരെ കാണാൻ പോയിരുന്നു. അഡ്വക്കേറ്റ് PA സൈറസ് സാറിൻ്റെ പ്രവർത്തന രംഗമായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം. അവരുടെ വിശ്വാസവും ഭക്തിയും നമ്മേക്കാൾ ശ്രേഷ്ഠമാണ്. 2015 റൈറ്റ് മൂലം ധാരാളം പള്ളികൾ ആ പ്രദേശത്തെ നഷ്ടപ്പെട്ടു, അഗ്നിക്കിരയായി. നമ്മുടെ 15 പള്ളികൾ നഷ്ടപ്പെട്ടു. 3 മാസം ഈ ആളുകളെല്ലാം വനത്തിലായിരുന്നു താമസിച്ചത്, ഭയന്ന്. ഉപദ്രവിച്ചവരോട് ക്ഷമിച്ച് അവർ തിരികെ വന്നു. ഇന്ന് നമുക്ക് 22 കോൺഗ്രിഗേഷൻ ഉണ്ട്. കർത്താവിനെ അറിഞ്ഞതിൽ അവർ സന്തോഷിക്കുന്നു. മാർപ്പാപ്പ പ്രവചിച്ചതുപോലെ ഈ ചെറുകൂട്ടം തിന്മയെ ചെറുക്കുന്നു, പ്രകാശമായി നിലനിൽക്കുന്നു. ക്രിസ്തു സഭയുടെ മാഗ്ന കാർട്ടയാണ് നിഖ്യാവിശ്വാസ പ്രമാണം. സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിൻ്റെ ആകെ തുകയാണ് ഈ പ്രമാണം. കാലം വളരെ ചെന്നിട്ടും 1700 വർഷം കഴിഞ്ഞിട്ടും സ്വർണത്തിൻ്റെ മാറ്റം കുറഞ്ഞു പോകാത്തതുപോലെ ഈ പ്രമാണരേഖ ക്രൈസ്തവരെ ഒന്നിപ്പിക്കുന്നു. വിശ്വാസ വൈപരീത്യങ്ങളെ ചെറുക്കുന്നതിനും തിരുവചനാനുസൃതം രൂപപ്പെട്ട തലമുറകളായി ഏറ്റുചൊല്ലുന്നതിനും ഈ സംഘഗാനം അനുദിന നമസ്കാരവേളയിലും എല്ലാ കൂദാശ അനുഭവങ്ങളിലും നമ്മെ കൂടുതൽ ക്രിസ്തു ഭക്തരും വിശ്വാസ തീഷ്ണതയുമുള്ളവരാക്കുന്നു. അന്നുണ്ടായിരുന്ന വേദവിപരീതങ്ങൾ ഇന്നും എന്നും സഭയിലുണ്ടാവാം. വിശ്വാസത്തിൻ്റെ ബലമുള്ള കാലുകളിൽ സഭയെ ഉറപ്പിച്ചു നിർത്തുവാൻ വിശ്വാസ പ്രമാണത്തിന് ശക്തിയും ബലവും സിദ്ധിച്ചിരിക്കും. ക്രിസ്തു സംഭവം ഓരോ പ്രാവശ്യം നാം ഏറ്റുപറയുമ്പോഴും ക്രിസ്തു നമ്മിൽ ഉരുവാകുന്നു. വചനം ജഡം ധരിച്ച അനുഭവം. ധാർമ്മികതയും മൂല്യവുമുള്ള ഒരു ആത്മീയ ക്രമത്തിന് ചില ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. നമ്മുടെ ശ്രദ്ധയും വിചാരവും ക്രിസ്തു ആയിരിക്കണം. ഇസ്രയേൽ ഭരിക്കുന്ന ഭവനങ്ങൾ നമുക്ക് വേണ്ട. സഭകളും ഇതൊരു മുന്നറിയിപ്പായി കരുതണം. വിശ്വാസത്തിൽ നമുക്ക് ശോഷണം വന്നുകൂടാ. യേശു ഒരു വിപ്ലവകാരി മാത്രമാണെന്നും കുരിശുമരണം ഒരു സമരത്തിൻ്റെ ധാരണ അന്തമാണെന്നും പഠിപ്പിക്കുന്നവരെ ഒഴിഞ്ഞു പോകുക. വിശുദ്ധ കുർബാന ഒരു അടയാളം മാത്രമാണെന്നും പഠിപ്പിക്കുന്നവരെ ഒഴിഞ്ഞിരിക്കുക. പ്രോസ്പെരിറ്റി തിയോളജി തട്ടി വീഴാതിരിക്കുക. വിവാഹം വേണ്ട, എന്നാൽ നമുക്കൊന്നിച്ച് താമസിക്കാം. ഒന്നിച്ച് കഴിയാം, എന്നാൽ മക്കൾ വേണ്ട. നിർജീവമായ ഒരു സാമൂഹിക ഘടനയിലേക്ക് അത് നമ്മെ തിരിക്കും. സൃഷ്ടി സംബന്ധിച്ചുള്ള ദൈവിക ചിന്തയെ അത് തകർക്കും. ആലോചനകളെ നമുക്ക് തിരിച്ചറിയുക. സത്യദൈവത്തെ മറക്കുന്ന ഇസബേലുകളെ കണ്ടെത്തുക. അന്യദൈവങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന ഇസബേലുകളെ ചെറുത്തു നിൽക്കുക. കപട ക്രിസ്തു വിശ്വാസികളായി നമ്മെ നയിക്കുന്നവരെ തിരിച്ചറിയുക. ദൈവശബ്ദം റെക്കോർഡ് ചെയ്ത് നമ്മെ വിഡ്ഢികളാക്കുന്ന പ്രഘോഷകർ വർദ്ധിച്ചു വരുന്നു. വെളിപാട് പുസ്തകം ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ സുവിശേഷമാണ്. എന്നേക്കുമുള്ള സഭയുടെ ദൂതാണ് അത് നൽകി തരുന്നത്. തെറ്റായ ഉപദേശങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? അപ്പോസ്തലൻ പറയുന്നു, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കുക. ഉപദേശം സംബന്ധമായ തെറ്റുകളെയും വ്യാജ ഉപദേഷ്ടാക്കന്മാരെ ഒഴിഞ്ഞു മാറുക. തെറ്റ് കാണുന്ന മാത്രയിൽ തിരിച്ചറിയാൻ കഴിയും വിധം ശരിയായി സത്യം പഠിക്കുക. ചൈനക്കാരനായ ഒരു ബാലൻ ജെയ്ഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന പച്ച നിറത്തിലുള്ള ഒരു പ്രത്യേകതരം വജ്രം പഠിക്കാൻ വേണ്ടി ഒരു പ്രാവീണ്യമുള്ള ഒരു അധ്യാപകനെ സമീപിച്ചു. അദ്ദേഹം ആ കല്ലിൻ്റെ ഒരു കഷ്ണം അവൻ്റെ കയ്യിൽ കൊടുത്തു. മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് പറഞ്ഞു. മുറുകെ പിടിച്ചു. മാസങ്ങളോളം അദ്ദേഹം ഈ പ്രവൃത്തി ആവർത്തിച്ചു. എന്നാൽ ഒരിക്കൽ പോലും ഈ കല്ലിനെ സംബന്ധിച്ച് ഒരു പഠനവും പറഞ്ഞില്ല. മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് അസഹിഷ്ണുതയോടുകൂടി അവൻ ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം വേറൊരു പച്ച നിറത്തിലുള്ള കല്ല് അവൻ്റെ കയ്യിൽ കൊടുത്തു. ഉടനെ അവൻ വിളിച്ചു പറഞ്ഞു, ഇത് ജെയ്ഡല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. സത്യമായുള്ളത് നേരത്തെ കയ്യിലുണ്ടാകുമ്പോൾ പിന്നീട് വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്താണെന്ന് മനസ്സിലാകും. യഥാർത്ഥത്തിലുള്ള വിശ്വാസം നാം പഠിച്ചില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നാം വീണുപോകാം, തെറ്റിപ്പോകാം. വിശ്വാസികൾ ദൈവിക സത്യമുള്ള വചനവുമായി ഇടപഴകുകയാണെങ്കിൽ വ്യത്യസ്തമായ ഏത് ഉപദേശവും തിരിച്ചറിയാൻ കഴിയും. നാം എന്ത് ചെയ്യണം? അലംഭാവം കാട്ടരുത്. തിരുവചന വായനയില്ല, പഠനമില്ല. ഞാൻ ആദ്യ കുർബാനയ്ക്ക് വരുന്ന കുട്ടികളെ കൊണ്ടുപോലും വേദപുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ അവർ പറയുന്ന ഉത്തരം നിങ്ങളോട് പറയാൻ എനിക്ക് മടിയാണ്. നമ്മുടെ വീടുകളിൽ വേദപുസ്തക വായന കുറവാണ്. മാതാപിതാക്കളുടെയും കാര്യം അതുതന്നെയാണ്.
കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത വീടുകൾ വർദ്ധിച്ചു വരുന്നു. അത് വിശ്വാസമില്ല, തകർന്നു കിടക്കുന്നു. കർമ്മേലിലെ യാഗപീഠം പോലെ ഏലിയാവ് വന്ന് കർമ്മേലിൽ നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ യാഗപീഠം തകർന്നു കിടക്കുന്നു. 12 കല്ലും പൊടിഞ്ഞു കിടക്കുന്നു. കല്ലുകളെല്ലാം എടുത്തു വെച്ച് പ്രാർത്ഥന ക്രമപ്പെടുത്തിയപ്പോഴാണ് ബാലിനെ ജയിക്കാനുള്ള ശക്തി ഏലിയാവിന് ലഭിച്ചത്. നമ്മുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥന ഇല്ലാതെ പോയാൽ ഇപ്പോൾ ഞാൻ വായിച്ചു കേട്ട വിശ്വാസ ത്യാഗം എല്ലാത്തിനും വന്ന് സംഭവിക്കാം. ഉറപ്പുള്ള വിശ്വാസികളായി ക്രിസ്തു ഭക്തരായി നിലനിൽക്കാൻ പ്രാർത്ഥന വളരെ അത്യാവശ്യം. നിർജീവമായ അവസ്ഥയിലാണ് നമ്മുടെ ആരാധനകളൊക്കെ. മനസ്സ് കൊടുക്കാതെ, ഹൃദയം കൊടുക്കാതെയുള്ള ആരാധന. ക്രിസ്തീയ അടിസ്ഥാന വിശ്വാസം നാം പഠിച്ചിരിക്കണം. തിരുവചനം വെളിപ്പെടുത്തി തരുന്ന സത്യവിശ്വാസം പരിരക്ഷിപ്പാൻ, പ്രിസർവ് ചെയ്യുവാൻ, കർത്താവ് വരുവോളം ഈ വിശ്വാസം സൂക്ഷിക്കാൻ, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കർത്താവ് വീണ്ടും വരുന്നിടം വരെ ലോകത്തെ പഠിപ്പിക്കാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ വരുവോളും എൻ്റെ ഓർമ്മയ്ക്കായി ചെവിൻ എന്നുള്ള വിശുദ്ധ കൂദാശയുടെ മർമ്മം ഗ്രഹിക്കുന്നതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. തുയതൈര സഭ അതിൻ്റെ പ്രവർത്തികൾക്കും സ്നേഹത്തിനും വിശ്വാസത്തിനും പേര് കേട്ടതാണ്. എന്നാൽ തിരുവെഴുത്തുകളെ വളച്ചൊടിക്കുന്നതിനും പലരെ വഴിതെറ്റിക്കുന്ന പഠിപ്പിലുകൾ വ്യാജ പ്രവാചകന്മാർ, അധ്യാപകരാൽ നിയന്ത്രിക്കപ്പെടുന്നു. മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ടു നടത്തിയില്ല. നമുക്ക് മാനസാന്തരത്തിൻ്റെ നാളുകൾ ദൈവം തന്നത് ശരിയായി ഉപയോഗിക്കാൻ. എന്ത് താല്പര്യത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരും കൺവെൻഷൻ ഈ ഒരാഴ്ച മുഴുവൻ വന്നത്? പുതുക്കം പ്രാപിക്കാൻ. ഒരിക്കൽ പോലും മാനസാന്തരപ്പെടാത്തവൻ്റെ ക്രിസ്ത്യാനിയല്ല. ദൈവഭാഗത്തേക്ക് അടുത്ത് വന്ന് എവിടെയാണ് വീണ്ടുപോയത്, തെറ്റായ മാർഗങ്ങൾ എവിടെയുണ്ട്, തെറ്റായ പഠിപ്പിക്കൽ എവിടെയുണ്ടെന്ന് ഓർക്കണം. ഒരു പുതിയ ലോകത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നമ്മളതിന് കണ്ടിട്ടില്ലാത്തൊരു ലോകം. ഡിജിറ്റൽ റെവല്യൂഷൻ, സൈബർ റെവല്യൂഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ജൈവ മനുഷ്യനും ടെക്നോളജിക്കൽ ബീയിങ് നമുക്ക് അടുത്തുണ്ട്. നിർമ്മിത ബുദ്ധിയും ന്യൂറോ സയൻസും നമുക്ക് വ്യത്യസ്തരായി നമ്മുടെ മുൻപിൽ നിൽക്കും. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. യന്ത്ര മനുഷ്യന്മാരുണ്ടാകുന്നു. ശരിയായ നമുക്ക് ഭീഷണിയായി വരുമോ നമുക്കറിയില്ല. കാലം വളരെ മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തൻ അവനവൻ്റെ പോക്കറ്റിൽ കൊള്ളാവുന്ന ദൈവത്തെ ഉണ്ടാക്കി. ഇതാണ് ദൈവം. എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് വേണ്ടി പറയുന്ന ഒരു ദൈവവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവുമായി നാം ഈ ദൈവത്തെ ചുരുക്കിയിരിക്കുന്നു. ഏറ്റവും വലിയ ശാപം അതാണ്. ദൈവത്തെ കണ്ടെത്താൻ കഴിയാത്തതിന് നമുക്ക് അഹ്റോനെ പോലെ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി ഇതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നൊരു കാലത്ത് നാം ജീവിക്കുന്നു. സൂക്ഷിക്കുക. സത്യവിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നിൽക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ മാത്രം നോക്കി നമുക്ക് ജീവിക്കാം. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കും. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്കൻ എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭ.